اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഴയില്ലാതെ വലിയ പ്രയാസത്തിലാണ് കേരളീയ സമൂഹം. കടുത്ത ഉഷ്ണമാണ്. എന്താണ് മഴയില്ലാത്തതിൻ്റെ കാരണം? ആഗോളതാപനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രം പറയുന്നുണ്ട്. തീർച്ചയായും ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാണ്. മതം അത് അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം ദീൻ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ, അനീതികൾ ശക്തിയുക്തം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എതിർത്തിട്ടുണ്ട്. ഈ ഭൂമി മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഇടം മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച സർവ സൃഷ്ടിചരാചരങ്ങൾക്കും ജീവിക്കേണ്ട ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ, അള്ളാഹു പ്രതിനിധിയാക്കി നിശ്ചയിച്ച മനുഷ്യർ ഏറ്റവും മാതൃകാപരമായ ജീവിതമാണ് നയിക്കേണ്ടത്. പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല, മലകൾ ഇടിച്ചു തകർക്കാൻ പാടില്ല, ഭൂമിയുടെ ഹരിതാപമായ അന്തരീക്ഷം ഇല്ലാതാക്കാൻ പാടില്ല, ഓസോൺ പാളിക്ക് തകരാറുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒന്നും നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ആ രൂപത്തിലുള്ള പ്രകൃതിക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ഇസ്ലാം ശക്തിയുക്തം വിമർശിക്കുന്നുണ്ട്. ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ മനോഹരമായി സംരക്ഷിക്കേണ്ട കാര്യം അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ അത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ശക്തിയുക്തം സത്യവിശ്വാസികൾ എതിർക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ആ രൂപത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവാനും പാടില്ല. അപ്പം നമ്മളൊക്കെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരു ഏക്കർ സ്ഥലത്ത് 20 സെന്റിന് ഒരു വലിയ സമ്പന്നൻ വീടുണ്ടാക്കിയാൽ
ആ 20 സെന്റ് സ്ഥലവും കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് ഒരു സുഷിരവും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ മണ്ണൊലിപ്പ് തടയുകയും മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കുകയും രണ്ടും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ട്, അള്ളാഹു വെച്ച ഒരു വ്യവസ്ഥയുണ്ട്. വളഅൽ മീസാൻ, ഒരു സന്തുലിതമായ അവസ്ഥ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് തകർക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ നമുക്കിടയിൽ സാർവത്രികമായി ഉണ്ട്. അപ്പം നമുക്കറിയാം, ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിനാ ആക്കിയിരിക്കുകയാണ്. അള്ളാഹു ബിനാ ആക്കിയ അന്തരീക്ഷം ഉണ്ടല്ലോ, മേൽക്കുര എന്ന രൂപത്തിലാണ് ബിനായിന് അർത്ഥം പറയാറുള്ളത്. എന്താണ് അവിടെ? എത്രയോ ഗ്രഹങ്ങളല്ല സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഗ്രഹങ്ങളിലൊന്നും മനുഷ്യൻ വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജീവജാലങ്ങളുമില്ല. അറിഞ്ഞെടുത്തോളം എവിടെയും ജീവജാലങ്ങളില്ല. അതുകൊണ്ട് ആ ഗ്രഹങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രൊട്ടക്ഷൻ ഈ ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാണ് ഓസോൺ പാളി എന്ന് പറയുന്ന ഉപരിലോകത്തുള്ള അന്തരീക്ഷത്തിലുള്ള ആ മേൽക്കൂര. എന്തിനാണത് അള്ളാഹു ഭൂമിക്ക് നൽകിയത്? ഒരു ഓക്സിജൻ ആറ്റവും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നിട്ടാണ് ഓസോൺ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളൊരു പ്രതിഭാസം ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചന്ദ്രന്റെ ഉപരി തലം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കുണ്ടും കുഴിയാണ്. കാരണം എന്താ? ഉൽക്കകൾ പതിച്ചിട്ട്. അത് ചന്ദ്രന്റെ മാത്രമല്ല, മറ്റു ഗ്രഹങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെ. കാരണം അവിടെ ജീവജാലങ്ങളില്ല, എന്ത് പതിച്ചാലും കുഴപ്പമില്ല. അതുപോലെ ഭൂമിയിലേക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ നെർക്ക് നേരണ്ട് വരാൻ പാടില്ല. കുറച്ചൊക്കെ കിട്ടണം, നെർക്ക് നേരെ വരാൻ പാടില്ല. അത് ഈ ഓസോൺ പാളിയാണ് ആഗിരണം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വരുന്നത് തടയുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. ഭൂമിയിൽ മനുഷ്യരെ അള്ളാഹു, അവിടെയുള്ള ജീവജാലങ്ങളെ അള്ളാഹു കൃത്യമായ പ്ലാനിങ്ങിൻ്റെയും യുക്തിയുടെയും അതിശക്തമായ കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ സംവിധാനിച്ചതാണ്. യാദൃച്ഛികമായി ഉടലെടുത്ത അസംബന്ധമല്ല, കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് പ്രപഞ്ചം, അതിലുള്ള ജീവജാലങ്ങൾ എന്നതാണ് നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നത്. കാരണം ഭൂമിയുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ മാത്രമേ ഇതുള്ളൂ, ഈ സംവിധാനമുള്ളൂ, ബാക്കിയുള്ളടത്തില്ല. കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്, അവിടെ അല്ല. എന്തുകൊണ്ട് ഭൂമിയിലുണ്ടായി? ഭൂമിയെ സംരക്ഷിക്കണം, കാരണം അവിടെ ജീവജാലങ്ങൾ നിലകൊള്ളണം. ഈ ഓസോൺ പാളിക്ക് മനുഷ്യര് എന്ത് സംഭവിപ്പിക്കുകയാണ്? പലതരത്തിലുള്ള പൊല്യൂഷൻ, വാതകങ്ങൾ കൊണ്ട് ഈ പാളിക്ക് സുഷിരം വീഴ്ത്തുകയാണ്. ആ സുഷിരം വീഴ്ത്തുന്നത് മുഖേന ഭൂമിയിൽ എന്ത് വരും? ഭൂമിയിൽ ഊഷ്മാവ് കൂടും, ചൂട് കൂടും, മഴയില്ലാതാകും, പ്രളയമുണ്ടാകും, നേരെ വിപരീതമായ അവസ്ഥയും ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കും ശാസ്ത്ര പറയുന്നത്. അപ്പൊ ഇത് ഖുർആൻ അടിവരയിട്ട് അംഗീകരിച്ച കാര്യമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീന്, പരിശുദ്ധ ഖുർആൻ ഈ ശാസ്ത്രീയമായ ഈ വസ്തുതകൾ മാത്രമല്ല പറഞ്ഞത്. വെള്ളമില്ലാതെ പോകുന്നതിൻ്റെ കാരണമായി, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരൾച്ച നൽകുന്നതിൻ്റെ കാരണമായി, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രളയം നൽകുന്നതിൻ്റെ കാരണമായി, അല്ലെങ്കിൽ ഭൂമിയിൽ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ നൽകുന്നതിൻ്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യന്റെ പാപങ്ങളുടെ വർധനവാണ്. മനുഷ്യന്റെ പാപങ്ങളുടെ വർധനവാണ്. അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന പാപങ്ങൾ മാത്രമല്ല, എല്ലാ പാപങ്ങളും അതിൽപ്പെടും. ഏതുവരെ സക്കാത്ത് നൽകാത്തവരുണ്ടെങ്കിൽ സക്കാത്ത് നൽകാത്തതിൻ്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ തടഞ്ഞു വെക്കുന്നതാണ്. സക്കാത്ത് നൽകാത്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ തടഞ്ഞു വെക്കുന്നതാണ് റസൂലുള്ള പഠിപ്പിക്കുക. പിന്നെ എല്ലാ പാപങ്ങളും അതിന് കാരണമാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അദ്ദേഹം പറഞ്ഞു ആ സമൂഹത്തോട്,
നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? അസ്തഗ്ഫിറുല്ലാ എന്ന് പറയലാണ്. പക്ഷേ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിലുള്ള പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കണം. കേവലം നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുകയും എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ആ അസ്തഗ്ഫിറുല്ലാ കൊണ്ടൊരു പ്രയോജനവുമില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ, കുറ്റങ്ങൾ, അപരാധങ്ങൾ കഴുകിക്കളയാൻ കഴിയണം. എന്നിട്ടാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയേണ്ടത്. പാപത്തിൽ നിന്ന് തിരിച്ചു നടക്കണം, നന്മയിലേക്ക് നടക്കണം, ധർമ്മത്തിലേക്ക് നടക്കണം, നീതിയിലേക്ക് നടക്കണം, സത്യത്തിലേക്ക് നടക്കണം. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, ആവർത്തിക്കണം. രാവിലെ 100 തവണ, വൈകുന്നേരം 100 തവണ, നമസ്കാരാനന്തരം പറയണം, അല്ലാത്തപ്പോഴും പറയണം. റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം വിശ്വാസി. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വേണം. ഇസ്തിഗ്ഫാർ ഉണ്ടായാൽ അല്ലാഹ് മഴ നൽകും. ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു മഴ നൽകുന്നതാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ അയച്ചു തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായി നടത്തിയാൽ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്തും സഹാബാ കിറാമിൻ്റെ കാലത്തും താബീങ്ങളുടെ കാലത്തൊക്കെ അവര് നമസ്കാരം കഴിഞ്ഞു പോകുമ്പോഴേക്കും മഴ ആസ്വദിച്ചിട്ടാണ് പോവാറുള്ളത്. ഒന്ന് റസൂലുള്ളാഹിയാണ് പ്രാർത്ഥിക്കുന്നത്, പിന്നെ സഹാബികളാണ് പ്രാർത്ഥിക്കുന്നത്, പിന്നെ താബീങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ആ യഖീനുള്ള പ്രാർത്ഥന, ആത്മാർത്ഥമായ തൗബ, മഴയോടുകൂടിയാണ് തിരിച്ചു പോകാറുള്ളത്. മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച സന്ദർഭമാണ് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മഴ പെയ്തു, ഒരു സഹാബി ആവശ്യപ്പെട്ടിട്ടാണ് പ്രാർത്ഥിച്ചത്. മഴ പെയ്ത് വെള്ളമൊക്കെ അങ്ങോട്ട് നിറഞ്ഞു. അടുത്ത ആഴ്ച വന്ന് വെള്ളത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് ആ സഹാബി റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ആ മഴയെ തിരിച്ചു വിടാൻ വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ഈ രൂപത്തിൽ മഴയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മഴ. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ വാഖിയയിൽ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. എന്തൊരു ചോദ്യാണത്! ആ കാർമേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കി മഴയായി ഭൂമിയിലേക്ക് നൽകുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ? അള്ളാന്റെ ചോദ്യമാണ്. ഈ പ്രതിഭാസം എന്താണെന്ന് വരെ ശാസ്ത്രം കൃത്യമായിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പല നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ മഴയുമായി ബന്ധപ്പെട്ട്. ആ പ്രതിഭാസത്തെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ ഒരു അറിവ് വരെ ശാസ്ത്രലോകത്തിന് കിട്ടിയിട്ടില്ല. പിന്നെ മഴയോ? ഖുർആൻ ആവർത്തിച്ച് അള്ളാഹിൻ്റെ റഹ്മത്താണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മഴ പെയ്താൽ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. അത് കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ബോധ്യം ഉണ്ടാവില്ല, ഒരു ആത്മീയം ഉണ്ടാവില്ല നമുക്ക്. മഴക്കാലം വരുമ്പോൾ നമ്മളൊന്നും പ്രാർത്ഥിക്കാറില്ല. മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കും, മുത്തിർനാ ഞങ്ങൾക്ക് മഴ കിട്ടി, ബിഫദ്ലില്ലാഹി അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട്, വറഹ്മതിഹി അവൻ്റെ കാരുണ്യം കൊണ്ട്. അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടാണ് മഴ കിട്ടുന്നത്. മാത്രല്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ കൊണ്ട് ദോഷം ഉണ്ടാവരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ ഈ മഴ ഉപകാരപ്രദമായ മഴ ആക്കി തരണേ എന്ന്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടാ? ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഉഷ്ണം, കടുത്ത ഉഷ്ണം, വെള്ളമല്ല, പ്രയാസമാണ് എന്ന് പറയും. ഉള്ളപ്പോഴോ ശുക്ർ ചെയ്യാറില്ല, ആത്മാർത്ഥമായി ശുക്ർ ചെയ്യാറില്ല. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ കൂട്ടിത്തരും. റഹ്മത്ത്, ബറക്ക അള്ളാഹു കൂട്ടിത്തരും. നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ കഠോരമാ. പരലോകത്ത് മാത്രമല്ല, ദുനിയാവിലുള്ള ശിക്ഷയും താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷയെപ്പറ്റി ബോധ്യം വേണം, അള്ളാഹിൻ്റെ കാരുണ്യത്തെപ്പറ്റി കൃത്യമായ അവബോധം വേണം, ശുക്ർ ചെയ്യാൻ സാധിക്കണം. അള്ളാഹു ആ നീരാവിയെ ഘനീഭവിപ്പിച്ച് കാർമേഘങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സംവിധാനം
എന്തൊരു അത്ഭുതമാണതൊക്കെ. ആ കാർമേഘങ്ങളെ അവസാനം വ്യത്യസ്ത വൈദ്യുത ചാർജും മുഖേന വിഘടിപ്പിച്ചുകൊണ്ട് മഴയായി ഭൂമിയിലേക്ക് വർഷിപ്പിക്കുക. ഏത് വെള്ള നീരാവിയായി കൊണ്ടുപോകുന്നറിയോ? ഉപ്പുവെള്ളം. കുടിക്കാൻ പറ്റാത്ത അരോചകമായ ഉപ്പുവെള്ളമാണ്, കടലിലെ വെള്ളമാണ് കൊണ്ടുപോകുന്നത്. തിരിച്ച് ഏറ്റവും സുന്ദരമായ വെള്ളമായി ഭൂമിയിലേക്ക് അള്ളാഹു നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ജലചക്രം എത്ര അത്ഭുതകരമാണ്, വിസ്മയകരമാണ്. എങ്ങനെ പറയാതിരിക്കും? അള്ളാഹനെ വാഴ്ത്താതിരിക്കും? അൽഹംദുലില്ലാഹ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇതിൻ്റെ ഈ പ്രതിഭാസത്തിൻ്റെ വിസ്മയം, അത്ഭുതം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരതൊക്കെ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. ഈ പ്രാർത്ഥനകളും ദുആകളും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അള്ളാഹുവിൻ്റെ വലിയ അപാരമായ അനുഗ്രഹമാണ് മഴ. അത് തടഞ്ഞു വെച്ചാൽ കൊണ്ടുവരാൻ ആരുമില്ല. ഇൻ അസ്ബഅ മാഉകുൻ ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്ത് ചോദിക്കണം അല്ല നിങ്ങൾക്ക് നൽകിയ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം വറ്റിച്ച് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം, ശുദ്ധമായ ഉറവ് ജലം കൊണ്ടുവന്ന് തരാൻ ആരുണ്ട്? ആരാണുള്ളത്? ശാസ്ത്രമുണ്ടോ? സാങ്കേതിക വിദ്യയുണ്ടോ? ആഫ്രിക്കൻ രാജ്യത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥ നമുക്കറിയാം. ദാരിദ്ര്യത്തിലേക്ക് ആ രാജ്യങ്ങൾ കൂപ്പുകുത്തിയത് വെള്ളമില്ലാത്തത് കൊണ്ടാണ്. കൃഷി ഉണ്ടാവില്ല, ജീവജാലങ്ങൾ ഉണ്ടാവില്ല, ഉപജീവന മാർഗമൊക്കെ തടയപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് അമൂല്യമാണ് വെള്ളം. മിതമായി ഉപയോഗിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇസ്രാഫ് പാടില്ല. പുഴയിൽ കുളിക്കുകയാണെങ്കിൽ വരെ ഇസ്രാഫ് പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ദീൻ. നമ്മൾ ഒതുക്കെ ചെയ്യുകയാണെങ്കിൽ കുളിക്കാനുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് കുളിക്കും ഒതുവിനും ചെയ്ത വെള്ളം നമ്മൾ വെറും ഒതു ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുളിക്കോ? ധാരാളമായി ഉപയോഗിച്ചുള്ളൊരു ശീലമാണ് നമുക്കുള്ളത്. മിതമായി ഉപയോഗിക്കുക. വരും കാലങ്ങൾ കടുത്ത ജലക്ഷാമത്തിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അങ്ങനല്ലേ? വെള്ളം വിലക്ക് വാങ്ങുകയാണ്, കുടിവെള്ളം വിലക്ക് വാങ്ങുന്നു. ഇനി വരുന്ന കാലങ്ങളിൽ കുടിവെള്ളം മാത്രമല്ല, ഉപയോഗിക്കേണ്ട വെള്ളവും വിലക്ക് വാങ്ങേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യവും ലോകത്തെ മിക്ക രാജ്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരിക്കും ജലക്ഷാമമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അപ്പം അതുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട്, തിന്മകൾ ഒരുപാടുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്താ? ലഹരി ഉപയോഗം, വിപണനം, അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ മുസ്ലിങ്ങളുടെ പങ്ക് എന്താണ്? അശ്ലീലതകൾ ആസ്വദിക്കൽ, കേൾക്കൽ, ചാറ്റിംഗ്, അതുപോലെ തന്നെ ഒളിച്ചോട്ടം, എല്ലാത്തിലും നമ്മുടെ തോത് വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ അവിഹിതമായ സമ്പാദ്യം, വെട്ടിപ്പിടിക്കൽ, അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നമ്മുടെ പ്രയാണങ്ങൾ വർദ്ധിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കണം. ഈ ആർഭാടത്തിൽ നിന്നും, ആചാരങ്ങളിൽ നിന്നും, ഈ അനാശേഷമായ പ്രവണതകളിൽ നിന്നും അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമുക്ക് റഹ്മത്തിൻ്റെ മഴ വർഷിപ്പിച്ചു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹൃദയം കലങ്ങണം, കണ്ണുകൾ ഈറനണിയണം. റബ്ബിനോടുള്ള പ്രാർത്ഥന നമുക്ക് നമ്മുടെ റബ്ബിനോട് ചോദിക്കാൻ അവസരമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹ് നൽകിയത്. എന്നിട്ട് നന്ദികേടാണ് മനുഷ്യർ കാണിക്കുന്നത്. ഒന്നാമത്തെ നന്ദികേടെന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്തവർക്ക് ശുക്ർ ചെയ്യലാണ്. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയത് ഇന്നാളെ കൊണ്ടാണ് എന്ന് പറയുന്ന അവസ്ഥ എത്ര വലിയ നന്ദികേടാണ്. ഈ കാര്യത്തിൽ വല്ല പങ്കാളിയുമുണ്ടോ? മഴ വർഷിപ്പിക്കുന്നതിൽ, ഭക്ഷണം നൽകുന്നതിൽ, സൃഷ്ടിപ്പിൽ, സംരക്ഷണത്തിൽ, പരിപാലനത്തിൽ, നാളെ സംഹരിക്കുന്ന വിഷയത്തിൽ വല്ല പങ്കാളിയും അള്ളാഹുവിനുണ്ടോ?
അള്ളാഹു ചോദിക്കുന്നുണ്ട് ഖുർആനിലൂടെ, അധിക ആളുകളും പങ്കാളികൾക്കാണ് ശുക്ർ ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിന് മാത്രം ശുക്ർ ചെയ്യുന്നവരാ. അതന്നെ ഏറ്റവും വലിയ അവസ്ഥ. ആ ഒരു മനോഭാവം നമുക്കുണ്ടായി എന്നത് അള്ളാഹ് ചെയ്ത വലിയ നിഅമത്താ. ഈ വിസ്മയകരമായ രൂപത്തിൽ ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതിശക്തനായ, പരമകാരുണ്യകനായ, പരമദയാലുവായ, കൃപാലുവായ, എല്ലാ മഹത്വങ്ങളുടെയും ഉടമയായ, രാജാതിരാജനായ, മലിക്കുൽ ജബ്ബാറായ ആ അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നത്, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, അതിന് അവസരം കിട്ടിയവരാണ്, നന്ദി ചെയ്യണം. ആ അവസരം കിട്ടിയ വിഭാഗം തുച്ഛമാണ് ദുനിയാവിൽ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ആ അവസ്ഥ, ആ മനോഭാവം കിട്ടിയവർ വളരെ തുച്ഛമാണ്. അതിൽ ഉൾപ്പെട്ടവരാണ് നമ്മൾ. ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. ദുനിയാവിലും പരലോകത്തും ഏറ്റവും വലിയ സന്തോഷം അതാണ്. തൗഹീദിൻ്റെ ആളുകളായി, മുവഹിദുകളായി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം, ഈ ഇബാദത്തും നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഉഷ്ണത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഞങ്ങളിൽ പലരും രോഗികളാണ്, പ്രയാസമുള്ളവരാണ്, പലതരത്തിലുള്ള ജോലിയുള്ളവരാണ്. എല്ലാം ഒഴിവാക്കി നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ സ്കൂളിൻ്റെ, ഈ അൽഫലാഹ് സ്കൂളിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ പോരായ്മകളുള്ളവരാണ്. ഞങ്ങളെ വഷളാക്കരുത്. ഞങ്ങളുടെ കരങ്ങൾ നിന്നിലേക്ക് നീട്ടുകയാണ്. നിന്നിലേക്ക് മാത്രം നീട്ടുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം നീ നിറവേറ്റി തരണം. ഞങ്ങളുടെ പോരായ്മകൾ കൊണ്ട്, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ഞങ്ങളെ പിടികൂടരുത്. ഞങ്ങൾക്ക് കാരുണ്യം നൽകണം, ഞങ്ങൾക്ക് സമാധാനം നൽകണം, ഞങ്ങൾക്ക് ആ ആശ്വാസം നൽകണം. കടുത്ത പരീക്ഷണങ്ങൾ മുഖേന ഞങ്ങളെ ശിക്ഷിക്കരുത്. കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പാപികളാണെങ്കിലും നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിനക്ക് മാത്രം ശുക്ർ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന, ഞങ്ങളുടെ ഈ നമസ്കാരം, ഞങ്ങളുടെ ഈ ദുആ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം. ഞങ്ങൾക്ക് സമൃദ്ധമായി മഴ അയച്ചു തരണം. ആ മഴ ഞങ്ങൾക്ക് ഉപകാരപ്പെടണം. ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ നാട്ടിലും, ഞങ്ങളുടെ കൃഷിയിലും, ഞങ്ങളുടെ ജീവജാലങ്ങളിലും ഒക്കെ ഉപകാരപ്പെടുന്ന നാഫിയായ മഴയാക്കി തരണം. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് ആ സന്തോഷം കാണാൻ, ആ റഹ്മത്തിൻ്റെ മഴ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് രോഗികളുണ്ട്, വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ വിഷമങ്ങൾ, കടഭാരം, അതുപോലെയുള്ള പലതരത്തിലുള്ള മാനസിക ശാരീരിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ആശ്വാസം നൽകണം, സമാധാനം നൽകണം. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ സ്വസ്ഥതയും പ്രദാനം ചെയ്യണം അല്ലാഹുവേ. ഇണകൾ, മക്കൾ, കുടുംബാംഗങ്ങൾ മുഖേന ഇഹത്തിലും പരത്തിലും കൺകുളിമ പ്രദാനം ചെയ്യണം സർവ്വ വിപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അല്ലാഹുവേ, ഫലസ്തീൻ്റെ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണം അല്ലാഹുവേ. അവിടുത്തെ ശുഹദാക്കൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ. ശത്രുവിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തണം അല്ലാഹുവേ. മുസ്ലിങ്ങളുടെ ശത്രുവിന്റെ, മുസ്ലിങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നാശം ഞങ്ങൾ സ്വപ്നം കാണുകയാണ്, ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ്. നിന്റെ കരങ്ങളിലാണ് എല്ലാം ഞങ്ങൾ അർപ്പിക്കുകയാണ്. ആ വിജയം, സമാധാനത്തിന്റെ വിജയവും ശത്രുവിന്റെ പതനവും അല്ലാഹുവേ ഞങ്ങൾ ആശിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ഖുദ്സിന്റെ മോചനം ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹുവേ. ഫലസ്തീൻ ഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്ന സർവ്വ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണം അല്ലാഹുവേ. ഈ ഒത്തുചേരൽ ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ നൽകി ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണം നിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെയുള്ള ചര്യ ഞങ്ങൾ അനുധാവനം ചെയ്യുകയാണ് അതുകൊണ്ട് ആ മുത്തുനബിയുടെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട്
ഞങ്ങൾ ആ സുന്നത്ത് ഹയാത്താക്കിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തടയരുതല്ലാ. അല്ലാഹുവേ 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 ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു മാപ്പാക്കി തരണേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു മാപ്പാക്കി തരണം അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു മാപ്പാക്കി തരണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا 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 ربنا اغفر لنا ذنوبنا. اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اسقنا غيثا مغيثا هنيئا مريئا. اللهم اسقنا غيثا مغيثا هنيئا مريئا. اللهم اسقنا 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 اللهم اغثنا اللهم اغثنا اللهم اغثنا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة.
اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من البرص والجذام والجنون ومن سيء الأسقام. اللهم إنا نعوذ بك من البرص والجذام والجنون ومن سيء الأسقام. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم دمر أعداء الدين. اللهم أغثنا. اللهم أغثنا. اللهم أغثنا. اللهم اسقنا. 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 ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. صلى الله على نبينا محمد صلى الله عليه وسلم.